ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് ഒരു സെമി പാട്യാല സ്റ്റിച്ചിങ് ആൻഡ് കട്ടിംഗ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ മോഡലിലാണ് ഞാൻ ഈ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈ ചുരിദാറിന് 398 രൂപയാണ് ഇതിൻ്റെ വില. പാട്യാല മോഡലുള്ള ഒരു പാൻ്റാണ് ഇതിന് വന്നിരിക്കുന്നത്. ടോപ്പ് ഭാഗം അതിനനുസരിച്ച് കുറച്ച് ഇറക്കം കുറവുള്ള ടോപ്പാണ് ഇതിന് തയ്ച്ചിരിക്കുന്നത്. ഞാനിവിടെ തയ്ക്കുന്നത് ഒരു സെമി പാട്യാല മോഡലാണ് ഇതിൻ്റെ പാൻറ് തയ്ക്കുന്നത്. ആദ്യം ഞാൻ ഇതിൻ്റെ പാൻറ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ടോപ്പ് ഭാഗത്തിൻ്റെ ക്ലോത്ത്. ഇതിൻ്റെ പാൻറ് തയ്ക്കുന്ന ക്ലോത്താണിത്. പിന്നെ ഇതിൻ്റെ ലൈനിങ്, ഇതിൻ്റെ ഷോൾ. ഇനി ഇതിൻ്റെ പാൻറ് സെമി പാട്യാല മോഡലിലാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ പാൻറ് ഭാഗം തയ്ക്കാൻ എടുത്തിരിക്കുന്ന തുണി ആണിത്. ഇതിൻ്റെ ഡിസൈൻ നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെക്കേണ്ടതായുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൈയുടെ അടിഭാഗത്തും വെക്കേണ്ടതായുണ്ട്. അപ്പം നമുക്കിതിനെ ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി ഭാഗം കൊണ്ടാണ് നമ്മൾ പാൻറ് തയ്ച്ചെടുക്കുന്നത്. അടിഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഡിസൈനിൻ്റെ കുറച്ച് ഇങ്ങോട്ട് കൂടി മാറ്റി കട്ട് ചെയ്യണം. അങ്ങനെയാണ് മാത്രമേ നമുക്ക് മടക്കിയിട്ട് അവിടെ തയ്ക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അടിഭാഗം ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ 4ആയി മടക്കുകയാണ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ നീളത്തിൽ 2ആയി മടക്കി അതിനുശേഷം ഒരു മടക്കുകൂടി മടക്കും. ഇങ്ങനെയാണ് ഞാനിതിനെ മടക്കിയിട്ടിരിക്കുന്നത്. ഇത് 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള തുണിയാണ്. ഇത് വെച്ച് എങ്ങനെയാണ് ഒരു സെമി പാട്യാല സൽവാർ തയ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അളവ് പാൻറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ പാൻറ്റാണ്. ഇതിൻ്റെ അളവ് വെച്ചാണ് ഞാൻ ഇതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തുന്നത്. ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അളവിനെടുത്തിരിക്കുന്ന പാൻറ്റാണിത്. അപ്പം ഇതിൻ്റെ ഇവിടെ മുതൽ താഴെ വരെയുള്ള ഇറക്കം ഒന്ന് നോട്ട് ചെയ്യണം. ഇവിടെ 31.4 വന്നിരിക്കുന്നത്. 1/2 ഇഞ്ച് മുകൾ ഭാഗത്ത് തയ്യൽ തുമ്പും 1/4 ഇഞ്ച് താഴെ ഭാഗം തയ്യൽ തുമ്പും ആവശ്യമാണ്. അപ്പം 32 ഇഞ്ച് ഇതിൻ്റെ ഇറക്കം എടുക്കാം. ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ സെപ്പറേറ്റ് വെച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 32 ഇഞ്ച് ടോട്ടൽ ഇതിൻ്റെ ഇറക്കം എടുക്കാം. അപ്പം ഞാൻ തുണിയിൽ ഈ 32 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. തുണിയിൽ 32 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു 7.5 ഇഞ്ചോളം വരുന്നുണ്ട്. അപ്പോൾ ഈ 7.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക. 7.5 ഇഞ്ച് താഴെ കട്ട് ചെയ്ത ഭാഗം ഇതിൻ്റെ ഈ സൈഡിൽ വെച്ച് പിടിപ്പിച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കും. ഈ 32 ഇഞ്ചിന് ശേഷമുള്ള താഴെയുള്ള 7.5 ഇഞ്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴെ ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത തുണിയെ ഇതിൻ്റെ നീളം വരുന്ന വശത്ത് ഇതുപോലെ
വെച്ച് അതിന് ശേഷമാണ് ഇതിൻ്റെ അളവുകൾ അടയാളപ്പെടുത്തി ഇതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ 2 അളവുകൾ മാത്രമേ നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ താഴെ ഭാഗത്തെ വണ്ണം ഇവിടെ 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 7ഉം 1.5 ഇഞ്ച് ഒരു തയ്യൽ തുമ്പും കൂട്ടി താഴെ വശം അടയാളപ്പെടുത്തണം. അതിനുശേഷം പിന്നെ അറിയേണ്ടത് ഇതിൻ്റെ ഇവിടുന്ന് മുതൽ താഴെ വരെയുള്ള ഇറക്കാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഇത് വന്നിരിക്കുന്നത് ഒരു 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഒരു മുകൾ ഭാഗത്തൊരു തയ്യൽ തുമ്പ് 1/2 ഇഞ്ചും താഴെ ഭാഗത്തൊരു 1/2 ഇഞ്ചും കൂട്ടി 10 ഇഞ്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഈ 10 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത് സാധാരണ അഡൽട്ടിന് 10 ഇഞ്ചാണ് വരിക. അപ്പോൾ ഈ 10 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഇതിൻ്റെ താഴെ ഭാഗം 7 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ 10 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് അവിടെ നിന്ന് താഴെ ഭാഗത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കണം. ഈ തുണി വെച്ചാണ് ഇനി ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത് ബാക്കിയുള്ള തുണിയിൽ നിന്ന് ഇതിൻ്റെ ബെൽറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. 7.5 ഇഞ്ചാണ് ഇതിൻ്റെ ബെൽറ്റ് ഇറക്കം എടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ മടക്കി അടിക്കണം. അപ്പോൾ അതിന് തുണിക്ക് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്കതിന് ഒരു കഷ്ണം തുണി കൂട്ടി വെച്ച് തയ്ച്ചാൽ മതി. ഇവിടെ എടുത്തിരിക്കുന്ന ഈ തുണിക്ക് നമുക്കൊരു 7.5 ഇഞ്ച് മാത്രമേ ഇറക്കി കിട്ടുള്ളൂ. ബാക്കി ഒരു കഷ്ണം തുണി ഇവിടെ കൂട്ടി തയ്ച്ചു കൊടുക്കണം. ഇത്രയും തുണിയിൽ നിന്ന് നല്ല ചുരുക്കുകൾ വെക്കുമ്പോൾ തുണി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ 2 സൈഡിലും ഓരോ കഷ്ണം വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്ത കഷ്ണത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ബെൽറ്റിൻ്റെ വണ്ണം വന്നിരിക്കുന്നത് 23 ഇഞ്ചാണ്. ഇത്രയാണ് ബെൽറ്റ് വണ്ണം വന്നിരിക്കുന്നത്. അതിനേക്കാൾ 1-1.5 ഇഞ്ച് കൂട്ടിയെടുക്കാം. 1/2 ഇഞ്ച് ഈ 2 കഷ്ണമാണെങ്കിൽ ഇത് 2 കൂട്ടി തയ്ക്കാനും 1 ഇഞ്ച് ഇതിൻ്റെ സെൻറ്റർ വശത്ത് ഇതുപോലെ ഇങ്ങനെ മടക്കി തയ്ക്കാനാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ തയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ബെൽറ്റിൻ്റെ വണ്ണത്തിനോട് കൂട്ടിയെടുത്താൽ മതി. ഇതിൻ്റെ ബെൽറ്റ് കിട്ടാൻ വേണ്ടി നേരത്തെ എടുത്ത പീസ് തുണിയിൽ നിന്ന് ഇതുപോലെ ഒരു തുണി ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുത്ത്, ഇപ്പം ബെൽറ്റ് വണ്ണം 12.5 ആണെങ്കിൽ 12, 24 ആണെങ്കിൽ 12 എടുക്കാം. ഞാനിവിടെ ഒരു 11.5 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്ക് അതിനേക്കാൾ കുറച്ച് ബെൽറ്റ് വണ്ണം മതി. താഴെ ഭാഗത്ത് ഒരു ബെൽറ്റ് വെച്ച് കൊടുക്കണം. താഴെ ഭാഗത്ത് ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കും. ഒരു 3 ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു 3 ഇഞ്ച് വീതിയും ഒരു 8.5 ഇഞ്ച് നീളത്തിൽ വരുന്ന തുണി എടുത്ത് അതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്ക് അതുപോലുള്ള തുണി കിട്ടും. അപ്പോൾ ഇതിനെ കട്ട് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ ഇതിലെ ഉള്ളിൽ നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പീസ് തുണി വെച്ച് തയ്ച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ അടിഭാഗം നല്ല
കട്ടിയായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ തുണി തന്നെ മടക്കി തയ്ച്ചാലും മതി. ഇനി ഇതിൻ്റെ നാട വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ തുണികളെ ഞാനിങ്ങനെ പീസായി എടുക്കേണ്ടത്. ഇതൊക്കെ കൂട്ടി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒരു നാട വെച്ച് കൊടുക്കാം. ബെൽറ്റിന് വേണ്ടി നമ്മളെടുത്ത തുണിയെ നേരത്തെ ഇതുപോലെ സൈഡിൽ തയ്ച്ചു കൊടുത്തു. എന്നിട്ട് രണ്ട് സൈഡിലും തയ്ച്ചു കൊടുത്തു. എന്നിട്ട് ഷേപ്പിൽ ഇത് വെട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 23 ഇഞ്ചാണ് ഓരോ തുണിയും എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ബെൽറ്റിന് എത്രയാണോ വണ്ണം വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.25 അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എക്സ്ട്രാ എടുക്കണം. തുണിയുടെ ഇറക്കം കുറച്ച് കുറവാണ്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി ഇതിൻ്റെ മുകളിൽ വെച്ച് ഞാൻ മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി 1.5 ഇഞ്ച് വീതിയുള്ള ഒരു തുണി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തുണിയുടെ നല്ല വശത്തിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന തരത്തിൽ വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ട് തയ്ച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഇറക്കം താഴെ 1/2 ഇഞ്ച്, തയ്യൽ തുമ്പ് കുറച്ച് കഴിഞ്ഞാൽ ഒരു 7 ഇഞ്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും 7 ഇഞ്ച് എടുത്തതിന് ശേഷം ബാക്കി ഉള്ളിലേക്ക് മടക്കി അങ്ങ് തയ്ച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് പിന്നെ ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ബെൽറ്റിനെയും താഴത്തെ വശത്തെയും ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ താഴെ വശം ഇതുപോലെ കഷ്ണം തുണി വെച്ച് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നേരത്തെ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇതുപോലെ ഇങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുരുക്ക് വെക്കുന്ന വശത്തിൻ്റെ നീളം വരുന്നത് ഏകദേശം 31 ഇഞ്ചോളം വരുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും തുണി ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ചുരുക്കുകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിനെ രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരുന്ന വിധം ഇതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിൽ വരണം. അങ്ങനെ ഇതിനെ ഒന്ന് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ഒന്ന് തയ്ച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ബെൽറ്റുമായിട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ ബെൽറ്റിൻ്റെ സെൻറ്റർ വശം ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ താഴത്തെ വശം നമ്മൾ രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ജോയിൻ്റ് വരുന്ന സ്ഥലത്ത് ഇതിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ ഉള്ളോട്ടെടുത്ത് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇവിടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കണം. ഈ യോജിപ്പിച്ച് കൊടുത്ത ഇത് വരേണ്ടത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ അതുമായി ജോയിൻ ചെയ്ത് വരണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ബെൽറ്റിൻ്റെ സെൻറ്റർ വശവുമായിട്ട് കറക്റ്റായിട്ട് യോജിച്ച് വരണം തയ്ച്ച് വരുമ്പോൾ. ഇനി ഇതിൻ്റെ ചുരുക്കം എങ്ങനെയാണ് പിടിപ്പിച്ച് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇതിൻ്റെ ബെൽറ്റിൻ്റെ നല്ല വശം ഇതുപോലെ എടുക്കുക. എന്നിട്ട് താഴത്തെ വശത്തിൻ്റെ നല്ല വശം ഈ ബെൽറ്റിൻ്റെ നല്ല വശത്ത് വരുന്ന വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് ഇതുപോലെ ഇങ്ങനെ 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുക. ചുരുക്കുകൾ ഇട്ട് കൊടുത്ത് സെൻറ്ററിൽ യോജിച്ച് വരുന്ന വിധത്തിൽ വേണം നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാൻ. സെൻറ്റർ വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുക. സെൻറ്ററിന് ശേഷം തിരിച്ചാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ എങ്ങനെയാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ വശങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സെൻറ്റർ വശങ്ങൾ തമ്മിൽ കൂട്ടി വരുന്ന വിധത്തിൽ വേണം തയ്ച്ചു കൊടുക്കാൻ. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഇങ്ങനെ ചുരുക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി. ഇനി ചെയ്യേണ്ടത് നമ്മൾ വലത് സൈഡിലോട്ടാണ് ചുരുക്കിട്ട് കൊടുത്തത്. ഇനി തിരിച്ചാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ചുരുക്കിട്ട് കൊടുക്കണം.
ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് കൂടി ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് ബെൽറ്റ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഒന്നിൻ്റെ കാൽഭാഗം താഴെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ട് ഈ തുണി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിനെ ചെറുതായിട്ട് ഇതുപോലെ 3 മടക്ക് കൊടുക്കണം. അതായത് ഈ പതിച്ച് തയ്ച്ച വശം ഉള്ളിലോട്ട് വരുന്ന വിധം ഒരു 3 മടക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശത്ത് വെച്ചും താഴെ വശത്തും കൂടി ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബെൽറ്റിൻ്റെ ഒരു വശം മാത്രമേ യോജിപ്പിച്ചിട്ടുണ്ടായുള്ളൂ. ഇനി മറ്റേ വശം കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. ഇതിൻ്റെ വള്ളി പിടിപ്പിക്കാൻ മടക്കുന്ന ഭാഗം വിട്ടിട്ട് ബാക്കി ഇവിടെ നിന്ന് താഴെ വരെ ഒരു 3/4 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടിട്ട് ഒരു 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. 3/4 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. താഴത്തോളം ചെയ്യേണ്ടത് നമ്മളിവിടെ കെട്ടിട്ട് തയ്ച്ചിരിക്കുന്ന ഇവിടുന്ന് ഈ തുണി ഇതുപോലെ ഇങ്ങനെ 2ആയി മടക്കുക. മുകളിലത്തോളം അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ വരെ ഇതുപോലെ ഇങ്ങനെ മടക്കുക.
അതിനുശേഷം ഇതുപോലെ ഈ സൈഡിലേക്ക് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് ഇതിലേക്കൂടി മുകളിലേക്കും ഇതുപോലെ തന്നെ മടക്കി ഇതുപോലെ ചെയ്തു വെക്കണം. ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്കൂടെ തയ്ച്ച് ഇവിടെ വരെ ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ മുകളിലോട്ടേക്ക് തയ്ച്ച് വരണം. ഫ്രണ്ട് ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാൽഭാഗം കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 7 ഇഞ്ചാണ് ഇതിൻ്റെ കാലിൻ്റെ വണ്ണം. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇതിൻ്റെ ജോയിൻ്റ് വരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വെച്ച് തയ്ച്ചു കൊടുക്കണം. ഞാൻ ഇതിനെ മാർക്ക് ചെയ്ത വശത്തെ കൂടി ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിലേക്കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ ഒന്ന് മടക്കി മുഴുവൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾ വശത്ത് ഞാൻ ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇതിൻ്റെ തയ്ച്ച വശം ഉള്ളിലേക്ക് വരുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു നാട ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സെമി പാട്ടിയാല സൽവാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സെമി പട്ടിയാല സൽവാർ ഞാൻ തയ്ച്ചിരിക്കുന്നത് 2.5 മീറ്റർ തുണി കൊണ്ടാണ്. 2 മീറ്റർ തുണി കൊണ്ടും നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റും, പക്ഷേ ചുരുക്കുകൾ കുറച്ച് കുറവായിരിക്കും. ഇത് ഈസിയാണ് തയ്ക്കാൻ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ മോഡൽ പ്രകാരമുള്ള ഒരു സെമി പാട്ടിയാല സൽവാറാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.